ദേടി, നീ രുചിയൊന്നും നോക്കണ്ട, ഈ ചായ ഉണ്ടക്കൂടെ. ചേച്ചി ചായ ഇച്ചിരി തന്നെ. നീ ചായ കുടിക്കാൻ വന്നത് പെണ്ണിനെ ഓരം ചാരാൻ വന്നത്. ചായ അവിടെ വെച്ചേര്. ഇനി ആരെങ്കിലും ഇറങ്ങാനുണ്ടോ? ആ പോകാം. ഉണ്ണി, വാ. അമ്മയും മോനും ഒന്ന് വൈകിയല്ലേ? ഇന്ന് മൂവന്തിക്കാണല്ലോ എഴുന്നള്ളത്തോ? ചായ. ഉണ്ണിക്കുട്ടാ, പുക ചോദിക്കുന്നു. ദാനം കിട്ടിയപ്പോഴുണ്ട് ഒരു ചായ. മുഴുവൻ കുടിച്ചോണം.
അമ്മേ വെള്ളം ചൂടായി. പാതിരായ്ക്കൊരു വിളക്ക് കത്തിപ്പ്. ഇങ്ങനെ തോന്നുമ്പോ കത്തിച്ച ദേവദോഷം കിട്ടും. ഇറച്ചി ഇപ്പൊ തണുത്തിട്ടുണ്ടാവും. വിളമ്പുന്നതിന് പറഞ്ഞ് ചൂടാക്കണം കേട്ടോ. ഞാൻ ഇറങ്ങുന്നു. പുറകിലത്തെ വാതിൽ കുറ്റിയിട്ടേക്കണേ. ഈ ശബ്ദം അല്പം കുറയ്ക്കാൻ പാടില്ലേ? പഠിക്കാനൊന്നും ഇല്ലായിരിക്കും. എന്തു പറ്റി? വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു. ഒരു കുളി പാസ്സാക്കായിരുന്നു. പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇപ്പൊ കാണാൻ നല്ല ഷേലായിരിക്കുമല്ലോ. പേടിക്കണ്ട, അരയിൽ ടവലുണ്ട്. ക്ലബിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഇവിടെ കയറുന്നൊരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ. മിസ്സസ് കൈലാസനാഥന് ലിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാർ വർക്ക്ഷോപ്പിലായി പോയെന്ന്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ വിടുവോ? 1 മണിക്കൂർ പിടിച്ചിരുത്തി വാചകം. പിന്നെ വന്നാ താമസിക്കുന്ന കരുതി നേരെ ഇങ്ങി പോന്നു. അല്പം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നിരാശയുണ്ട് ആശിച്ചിരുന്നിട്ട് കാണാതെ പോയതില്. ഹലോ, എന്തോ
ജോസ് ഡിസൈൻ എന്തായി? ആ അതൊരു 4-5 ദിവസം കൂടി എടുക്കും. പക്ഷേ എന്നോട് പറഞ്ഞത് നോക്കി കൺസ്ട്രക്ഷൻ തീരുമെന്ന് തോന്നുന്നില്ല. അത് നോക്കണ്ട, ഞാനൊരു 25,000 കൂടി എന്റെ കോൺട്രിബ്യൂഷന്റെ കൂടെ ചേർത്തോളാം. ക്ലബിന്റെ കോമ്പൗണ്ടിലാണെങ്കിലും എന്റെ പേരിലാണല്ലോ ബിൽഡിംഗ് വരാൻ പോകുന്നത്. ഭംഗിയായിരിക്കണം. അത് ഞാൻ ഏറ്റു. ഇറ്റ് വിൽ റിഫ്ലക്ട് യുവർ പേഴ്സണാലിറ്റി, ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ് ആൻഡ് ലാസ്റ്റ് പോരെ. പിന്നെ നാളെയോ മറ്റോ ഇതുവഴി ഒന്ന് വന്നാൽ നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. എനിക്കൊരു ദർശന സുഖവും ഉണ്ടാവും. ഈയിടെ എനിക്ക് അവിടെ വരാൻ പേടിയാവുന്നു. അതെന്താ? കഴിഞ്ഞ പ്രാവശ്യം എന്റെ കാറ് പുറത്ത് കിടക്കുന്നത് മിസസ് കുര്യാക്കോസ് കണ്ടു. ഇന്ന് അവരെന്നോട് ചോദിക്കുക, ഞാനെന്താ ജോസിന്റെ കൂടെ ഇരുന്നാണോ ഡിസൈൻ വരപ്പിക്കുന്നെന്ന്. പുള്ളിക്കാരൻ വന്നു തോന്നുന്നു. നിർത്തട്ടെ, നാളെ വിളിക്കാം. നമസ്കാരം സാഹിബ് ഇരിക്കൂ. ആലിസേ, ഇത് ഹസൻ കോയ, ഇതെന്റെ ഭാര്യ. ഇദ്ദേഹമാണ് കോട്ടഗിരിയിലുള്ള ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കോംപ്ലക്സ് കേട്ടിട്ടില്ലേ? കെട്ടിക്കൊണ്ടിരിക്കുന്നത് 6 കോടി രൂപയുടെ പ്രോജക്റ്റാ. അത് തീർന്നു കഴിഞ്ഞാൽ സ്വർഗമായിരിക്കും. എന്റെ നിയോജകമണ്ഡല കേട്ടോ. ആലിസേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും. ഇരിക്കെ. മാമച്ചന്റെ വൈഫ് വരുന്നതിന് മുമ്പ് നമുക്കിത് പറഞ്ഞു കൊടുക്കാം. ഇത്ര ഇടപാട് അവരറിയുന്നത് ശരിയല്ല. ഇടപാടൊക്കെ ക്ലിയർ ആയിട്ട് നടക്കണമെന്നാ എന്റെ ആഗ്രഹം. ആദ്യം നമുക്ക് വില ഒതുക്കാം. അപ്പൊ പിന്നെ സാധനം എത്തിക്കുന്ന കാര്യോ? വില നിശ്ചയിച്ച് പണം തന്നു കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് നിങ്ങളുടെ ഗോഡൌണിൽ സാധനം എത്തും. 4 ലോഡ്. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാമച്ചന്റെ വാക്ക് വാക്കാം. എന്നാ പിന്നെ ചാക്കിന് 88 രൂപ വെച്ച് ഉറപ്പിക്കാം. നിങ്ങളുടെ വില ഇതാണെങ്കിലേ നമുക്ക് സിമന്റ് കാര്യം ഇവിടെ നിർത്താം. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. MLA സാർ എന്ന് പറയുന്നു. അത് തർക്കിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും അല്പം അയഞ്ഞേ പറ്റൂ. ശരി, ഒരു 89 രൂപ വെച്ച് കച്ചവടം ഉറപ്പിക്കാം. മാമച്ചൻ എന്ത് പറയുന്നു? നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ ഇടപാടായതുകൊണ്ട് മാത്രം ഞാനിത് സമ്മതിക്കുന്നു. ഇതിലും കൂടുതൽ വില തന്ന് സാധനം എടുക്കാൻ ആളുണ്ട്. ഈ തണുത്ത് കഴിച്ചിട്ട് എന്ത് കാര്യം മാമച്ച? ചൂടുള്ളതെല്ലാം കഴിക്കാം. ഒരു ബിസിനസ് ഉറപ്പിച്ചതല്ലേ. നമ്മുടെ മാമച്ചൻ ഭാഗ്യവാനാ. കാരണം എന്താന്ന് വെച്ചാൽ ചിക്കൻ തീർന്നു പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതെല്ലാം നമ്മുടെ മാമച്ചന്റെ വൈഫിന്റെ പാചകമാണ്. മാമച്ചന്റെ വൈഫ് തൊട്ടതിനെല്ലാം നല്ല ടേസ്റ്റാ. കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. നോക്കിയിരിക്കാതെ കഴിക്കു സാഹിബേ. അങ്ങനെ മാമച്ചന്റെ ഐശ്വര്യം എല്ലാം മാമച്ചന്റെ വൈഫാ. പീലിപ്പോസ് മുതലാളുടെ കണക്കെഴുത്തുകാരനായിരുന്ന മാമച്ചൻ ഇത്രയും പൊങ്ങിയത് ആരുടെ കഴിവാ? സാഹിബിന് മനസ്സിലായോ? പുരുഷോത്തമൻ നേരെ നമുക്ക് പോണ്ടേ? നോ നോ, മാമച്ചന്റെ വൈഫ് ആരാ? ഉണ്ട്, ഐശ്വര്യല്ലേ? വിളിക്കാം. ഐശ്വര്യം. ഓഹോ, പണിസ്ഥലത്തുനിന്നാ. ആലീസിന്റെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ മാമച്ചൻ ഇന്ന് എവിടെ കിടന്നേ? ആലീസ് ഇനിയും സഹായിക്കണം. മാമച്ചന് ഇനിയും കാശുണ്ടാക്കണ്ടേ? അതിന് തനിക്കെന്താ? 4 മണിക്ക് മുമ്പിൽ എത്തണം. ഞാൻ നാളെ സൈറ്റിൽ വരുന്നുണ്ട്. എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ വെളുപ്പിന് മുമ്പ് സാധനം ഗോഡൌണിലെത്തും. അപ്പൊ നമുക്ക് പോവാ പോവാ.